നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞായിരുന്നു. എല്ലാ PSC എക്സാമിനും സിലബസിലേക്ക് വരുന്നുണ്ട്. ഏകദേശം ഈ പറയുന്ന 5 ഇയർ പ്ലാൻ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ബാക്കി വന്ന ടോപ്പിക്കും എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാം. ഈ ഏകദേശം 2 ടോപ്പിക് വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയും പാർട്ട് 2 വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1-2 മാർക്ക് എന്ത് ചെയ്യാം, എല്ലാ എക്സാമിനും സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം 5 ഇയർ പ്ലാൻ ഏതിൽ വരുന്നതാണ്, എക്കണോമിക്സിൽ വരുന്നതാണ്. അതുപോലെ എന്തിനുണ്ട്, SCRT ടെസ്റ്റിൽ ഉണ്ട്. അപ്പോൾ SCRT ടെസ്റ്റിൽ ഏകദേശം എല്ലാം ഈ പറഞ്ഞ എക്കണോമിക്സിന് വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, PSC ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, തുടങ്ങാം. ശരി, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാൻ ഹോളിഡേ പറ്റിയാണ്. 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, പ്ലാൻ ഹോളിഡേ വരുന്നത് അല്ലേ. ആ സമയത്ത് എന്തില്ല, പഞ്ചവത്സര പദ്ധതി ഇല്ല. 66 ഇത് കഴിഞ്ഞു, 3ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ 3rd എന്താണ്, 5 ഇയർ പ്ലാൻ എന്ന ഒരു പരാജയം പറ്റി. യുദ്ധം കാരണം, ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും മൺസൂണിന്റെ എന്താണ് പരാജയം കാരണം ഇന്ത്യക്ക് എന്ത് പറ്റി, 3rd 5 ഇയർ പ്ലാൻ എന്ത് പറ്റി, പരാജയമായി. ആ ഒരു കാലഘട്ടം 66 മുതൽ 69 വരെ നമുക്ക് എന്ത് പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ഹോളിഡേ എടുത്തു അല്ലെ, പ്ലാൻ ഹോളിഡേ. അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് എന്താണ്, ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. 66 മുതൽ 69 വരെയാണ്. അതുപോലെ തന്നെ എന്താണ്, 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ നമ്മൾ എങ്ങനെയാണ്, വാർഷിക പദ്ധതിയിലൂടെയാണ് പരിഹരിച്ചത് അല്ലേ. ഓരോ വർഷം, ഈ 3 വർഷം ഓരോ വർഷവും വാർഷിക എന്തായിരുന്നു പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കിയതും. അതുവഴി നമ്മൾ എന്ത് ചെയ്തു, സ്വയം പര്യാപ്തതയ്ക്ക് സ്വയം പര്യാപ്തത എല്ലാം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് പരിഹരിക്കാൻ ഏറെക്കുറെ പരിഹരിക്കാൻ പറ്റി. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് ബാക്കി നോക്കാം. ശരി, പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി പ്രധാനമന്ത്രി ആരാണ്, ഈ പറഞ്ഞ പ്ലാൻ ഹോളിഡേ കൊണ്ടുവന്നതും അതുപോലെ തന്നെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയതാരാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷം, 66 മുതൽ 69 വരെ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടക്കം കുറിച്ചെന്നാണ് 1967. അപ്പം 3 വർഷം വാർഷിക പദ്ധതി നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, ഇന്ത്യൻ ഹരിത വിപ്ലവം തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്, MS സ്വാമിനാഥനാണ്. ആരാണ്, MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദനം കൂടിയ ധാന്യം ഏതാണ്, ഗോതമ്പാണ്. രണ്ടാമത് ഏതാണ്, നെല്ലാണ്. കേട്ടോ, അതൊന്ന് പഠിച്ചു വെക്കുക. അതായത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. 67 ഇത് നടക്കുന്നത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ നടക്കുന്നത് അല്ലെ. ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു അതിന്റെ പിതാവാരാണ്, MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്, MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദനം കൂടിയ ഏതിനാണ്, ഗോതമ്പിനാണ്. 2ാം സ്ഥാനം ഏതിനാണ്, നെല്ലിനാണ്. ഗോതമ്പാണ് ഫസ്റ്റ്, 2ാമത് ഏതിനാണ്, നെല്ലിനാണ്. ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്, മെക്സിക്കോ. നല്ല ചോദ്യമാണ്, കഴിഞ്ഞ ഫാർമൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ താഴെ കിടക്കുന്നത്. അപ്പൊ ഇത് ചോദിക്കാം ഇനി അടുത്ത എക്സാമിന് അല്ലേ. ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്, മെക്സിക്കോയിലാണ്. ഏഷ്യയിൽ ആദ്യമായി ഹരിത വിപ്ലവത്തെ കുറിച്ച് എവിടെയാണ്, ഫിലിപ്പൈൻസ് ആണ്. ഈ ചോദ്യമാണ് ചോദിച്ചത് അല്ലെ. ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഭവനമെന്നോ അങ്ങനെ എന്തോന്ന് ചോദിച്ചത്. അപ്പൊ എന്താണ്, ഈ പറയുന്ന ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലും ഏഷ്യയിൽ ആദ്യമായി ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച് എവിടെയാണ്, ഫിലിപ്പൈൻസിലുമാണ് കേട്ടോ. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്, നോർമൻ ബോർലോഗ് ആണ്. അപ്പൊ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ചോദിക്കുന്നതെങ്കിൽ നോർമൻ ബോർലോഗ് ആണ്. ഓപ്ഷനിൽ ആര് കാണും, MS സ്വാമിനാഥനും കാണും. ടിക്ക് ഇടരുത്, ആരാണ്, നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്, പഞ്ചാബ് ആണ്. ഹരിത വിപ്ലവത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, പഞ്ചാബ് തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലും ഏഷ്യയിൽ ആദ്യമായി ആണെങ്കിൽ എവിടെയാണ്, ഫിലിപ്പൈൻസിലും. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്, നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്, പഞ്ചാബ് ആണ്. ഹരിത വിപ്ലവത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം ഏതാണ്, പഞ്ചാബ് ആണ്. ഓക്കെ, 4ാം പഞ്ചവത്സര പദ്ധതി എന്താണ്, 4ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമന്ത്രി ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, സാമ്പത്തികമായും സാങ്കേതിക. ഇപ്പം 3 നമ്മൾ പഠിച്ച കഴിഞ്ഞ 3 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തായിരുന്നു. ഇതാണ് 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 69 മുതൽ 74 വരെ. 66 to 69 എന്തായിരുന്നു, പ്ലാൻ ഹോളിഡേ ആണ് കേട്ടോ. പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്, സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം എന്ത് ചെയ്യുന്ന, സെൽഫ് റിലയൻസ് ഉണ്ടാവും അല്ലേ, സെൽഫ് റിലയൻസ് ഉണ്ടാകും. അതുപോലെ എന്താണ്, പറയുന്ന മാനവ വിഭവ വികസനം, സ്ഥിരതയോടുകൂടി വളർച്ചയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നോക്കിയപ്പോൾ ഇത് ഓർത്തിരിക്കുന്നതാണ്. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും എന്താണ്, ഈ പറയുന്ന സ്വാശ്രയത്വം എന്ത് ഓർത്തിരിക്കുക. ഈ 2 പേര് ഓർത്തിരിക്കുക. അതാണ് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വം എന്ന് പറയുന്ന വാക്കുകൾ ഓർത്തിരിക്കുക. ഇതായിരിക്കും ആൻസറിൽ വരുന്നത്. കാരണം മാനവ വികസനം നമുക്ക് പ്രത്യേകം വരുന്നുണ്ട്, ഒരു 5 ഇയർ പ്ലാൻ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓർത്തിരിക്കുന്നതിൽ ഓർത്തിരിക്കാം. സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും എന്താണ്, സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ എന്താണ്, ഈ പറയുന്ന സ്ഥിരതയോടുകൂടി എന്ത് ചെയ്യണം, വളരണം. ഇപ്പൊ ഏതാണ്, 4ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ചോദിക്കാം, 4 ആണ്. അങ്ങനെ തന്നെ ചോദിക്കാം. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്, 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം. അപ്പം ഗാഡ്ഗിൽ മോഡലാണ്.
നേരത്തെ പറഞ്ഞ ഗാഡ്ഗിൽ മോഡലിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം ഗാഡ്ഗിൽ മോഡൽ പദ്ധതി എന്നാണ് എന്നാൽ ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതി. അപ്പൊ ആ മോഡൽ തന്നെയാണ് ഏതിലും വരുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതിയിലും വരുന്നത്. ബാങ്കുകൾ ആദ്യമായി ദേശീയവൽക്കരിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നാണ് 1969 ജൂലൈ ആണ് കേട്ടോ, ജൂലൈ 19 ആണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാം, എന്താണ് ബാങ്കുകൾ ആദ്യമായി ദേശീയവൽക്കരിച്ചത്? ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്ത വർഷം ഏതാണ്? 1969. ഇപ്പം ഗാന്ധി ജനിച്ചിട്ട് 100 വർഷമായി. 1869 ഗാന്ധി ജനിക്കുന്നത് അല്ലെ. ഏകദേശം 100 വർഷം കഴിഞ്ഞ സമയത്താണ് എന്ത് ചെയ്തത്? ബാങ്കുകൾ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ദേശീയവൽക്കരിച്ചത്. എന്നാണ്? ജൂലൈ 19. 1ാം ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയവൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 14. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 14. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. പഠിച്ചു വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 10ാം ക്ലാസ്സിൽ ടെസ്റ്റിലുണ്ട്. SCRT 10ാം ക്ലാസ്സിൽ ടെസ്റ്റിലുള്ളതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. ദുർബല വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിയത് ഇതിലാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ തന്നെയാണ് എവിടെ ഫോളോ ചെയ്തത്? 4ൽ ഫോളോ ചെയ്തത്. 1969 ജൂലൈ 19 എന്ത് ചെയ്തു? ബാങ്കുകൾ ദേശീയവൽക്കരിച്ചു. എത്ര എണ്ണം? 14. 1971 ഇന്ത്യ പാക് യുദ്ധം. അപ്പൊ വീണ്ടും എന്ത് വന്നു? ഇന്ത്യ പാക് യുദ്ധം വന്നു അല്ലെ. യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണവും നടന്നത് 4ാം പഞ്ചവത്സര കാലത്താണ്, പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നുകൂടെ പഠിച്ചു വെക്കുക. എന്താണ്? ഇന്ത്യ പാക് യുദ്ധം നടക്കുകയും അപ്പൊ ഇത് നടന്നു, അതുപോലെ രൂപീകരണം നടന്നതും 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബംഗ്ലാദേശിന്റെ രൂപീകരണവും. ഓക്കെ. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് എന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഏത് പഠിച്ചു? ഈ പറയുന്ന ഹരിത വിപ്ലവം പഠിച്ചു. ഏത് കാലത്താണത്? ഈ പറയുന്ന 66-69 കാലഘട്ടത്തിലാണ് അല്ലെ. ഇവിടെ എന്താണ്? പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ഏതാണ് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വർഗീസ് കുര്യൻ. നേരത്തെ MS സ്വാമിനാഥൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ചോദ്യമാണ് ഇത്. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വർഗീസ് കുര്യനാണ്. ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് എത്രയാണ്? 5.6 ആണ്. എത്ര കിട്ടിയുള്ളൂ നമുക്ക്? 3.3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു പോകാം. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണം നടന്ന എന്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് എന്നാണ്? ഏതിലാണ്? ഈ പറയുന്ന 4ലാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവാരാണ്? വർഗീസ് കുര്യനാണ്. ലക്ഷ്യമിട്ടത് 5.6. നമുക്ക് എത്ര കൈവരിക്കാൻ പറ്റുള്ളൂ? 3.3 മാത്രമേ കൈവരിക്കാൻ പറ്റുള്ളൂ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വളർച്ച ചോദിക്കാറുണ്ട്. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി PSC ചോദിക്കാറുണ്ട് കേട്ടോ. 74-79 ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ PSC എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ചിട്ടുണ്ട്. പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു. മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും എന്താണ്? സ്വാശ്രയത്വം നേടുക എന്നുള്ളതായിരുന്നു മറ്റു ലക്ഷ്യങ്ങൾ. പ്രധാന ലക്ഷ്യം ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. DP ധർ. ഓക്കെ. ഓർത്ത് അയാളുടെ പേര് നമ്മൾ ഈ പറയുന്ന ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഇയാളുടെ പേര് പറഞ്ഞു പോകും. ഓക്കെ. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആഹ്വാനം ചെയ്ത മുദ്രാവാക്യമാണ് ഇത്? ഗരീബി ഘട്ടാവോ. അപ്പൊ അത് പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ്. ഗരീബി ഘട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആഹ്വാനം ചെയ്ത മുദ്രാവാക്യമാണ് ഇത്? ഗരീബി ഹട്ടാവോ. ഓക്കെ. എഴുതി തയ്യാറാക്കിയതാരാണ്? പദ്ധതി DP ധർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി 20 ഇന പരിപാടി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1975 20 ഇന പരിപാടി ആരംഭിച്ചത് 1975. വൈദ്യുത വിതരണം ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? 1975. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെ, ICDS അല്ലെ, ICDS വന്ന വർഷം എന്നാണ്? 75. ഇതൊക്കെ എന്താണ്? പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിലും ചോദിക്കാം. എന്താണ്? 1975 എന്ത് വന്നു? ICDS വന്നു. PSC ഇങ്ങനെ ചോദിക്കാറുണ്ട്. സ്ഥാപിതമായ വർഷം ഇതാണ്. സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റിടുക അല്ലെ, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈദ്യുത വിതരണ ഭേദഗതി നിയമം വന്നത് ചെയ്ത വർഷം എന്നാണ്? 1975 തന്നെയാണ്. കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്? 1974-75. അപ്പൊ ഒന്ന് പറഞ്ഞു പോവാണ്. കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. പേര് പഠിക്കുന്നതാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്? 74-75 കാലഘട്ടത്തിലാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? ഇത് പഠിച്ചു വെക്കുന്നതാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി 1977. ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടക്കുന്നത്? പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇതാണ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാര്യം എന്താണ്? ഏതാണ് നമ്മൾ പറഞ്ഞ? പോവർട്ടി ഇറാഡിക്കേഷൻ. അപ്പൊ എന്ത് പറയാം? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി 77. നിങ്ങൾ ഈ പറയുന്ന പോലെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് മാത്രം പഠിച്ചാൽ പോരാ, ഈ ഡേറ്റും പഠിക്കണം. PSC ഇങ്ങനെ ഒരു ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സ്കീമുകളൊക്കെ ഏത് വർഷം വന്നു എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായതാണ് രാഷ്ട്രീയ മാറ്റമാണ്. ഇവിടെ നിന്നുണ്ടായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ഇവിടെ നിന്നുണ്ടായ രാഷ്ട്രീയ മാറ്റം ഉണ്ടായി അല്ലെ.
രാജ്യത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, 5ാം പഞ്ചവത്സര പദ്ധതിക്ക് എന്തായി, സുഗമമായി നടത്തിപ്പിന് തടസ്സമുണ്ടായി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാർ അധികാരത്തിൽ വന്നതിനാൽ പ്രതീക്ഷിച്ചതിലും എന്താണ് 1 വർഷം മുമ്പ് 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചപ്പോൾ വർഷം നോക്കിക്കോ, 74-79 പറഞ്ഞതെങ്കിലും എന്താണ് ഈ പറഞ്ഞ ആര് വന്നു, മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാർ അധികാരത്തിൽ വന്നതിനാൽ പ്രതീക്ഷിച്ചതിലും 1 വർഷം മുമ്പ് എന്ത് ചെയ്തു, 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. കാലാവധി പൂർത്തിയാക്കും മുമ്പേ പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി ചോദിക്കാം ഏതാണ്, 5 ഓക്കെ. ലക്ഷ്യമിട്ട വളർച്ച എത്രയാണ്, 4.4 നമുക്ക് എത്ര കിട്ടി, 4.8 കിട്ടി. ശരാശരി വാർഷിക വളർച്ച എത്രയാണ്, 5.1 ആയിരുന്നു. ശരാശരി വാർഷിക ഓരോ വർഷത്തിലും വാർഷിക ഉണ്ടല്ലോ, ശരാശരി ഓരോ വർഷവും നമ്മുടെ വളർച്ച നിരക്ക് എത്രയായിരുന്നു, 5.1% 5.1% കേട്ടോ. എത്രയാണ്, 5.1%, 5.1 ആയിരുന്നു, 5.1% എന്ന് പറയുന്ന ഓരോ വർഷവും ശരാശരി വാർഷിക വളർച്ച നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അത് കഴിഞ്ഞു. എത്രയാണ് നമ്മൾ പറഞ്ഞ 79 ഏത് അവസാനിച്ചു, 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, റോളിംഗ് പ്ലാൻ ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് എന്തോ ഒരു ഗ്യാപ്പ് വരും. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ 66-69 എന്തോന്നായിരുന്നു പ്ലാൻ ഹോളിഡേ വന്നപ്പോൾ ഇവിടെ എന്തുണ്ട്, റോളിംഗ് പ്ലാൻ ഉണ്ട് അല്ലേ. അതായത് സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സോഷ്യൽ ജസ്റ്റിസിനോടൊപ്പം ഉള്ള വളർച്ചയ്ക്ക് പകരം എന്തുകൊണ്ടോ സാമൂഹ്യ നീതിക്ക് വേണ്ടി, സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയുള്ള വളർച്ച എന്നാണ് ഏത് പദ്ധതി, റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമേ അവതരിപ്പിച്ച ആരാണ്, ഈ പറയുന്ന ഗുന്നാർ മിർദാലാണ്. ഇയാൾ എന്ന് പറയുന്നത് സ്വീഡിഷ് എന്നാണ്, സോഷ്യോളജിസ്റ്റ് ആണ് ഈ പറയുന്നത് ഗുന്നാർ മിർദാൽ എന്ന് പറയുന്നത്. ഗുന്നാർ മിർദാൽ റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉൾക്കൊള്ളിച്ച പുസ്തകം ഏതാണ്, ഏഷ്യൻ ഡ്രാമയാണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന റോളിംഗ് പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റോളിംഗ് പ്ലാൻ ആദ്യമേ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്, പാകിസ്ഥാനാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്, മൊറാർജി ദേശായി. കാര്യം നമ്മൾ പഠിച്ചു അല്ലേ, എന്ത് പറ്റി, ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്തു, തകരുകയും ആര് വന്നു, മൊറാർജി ദേശായിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും ഉണ്ടായി. അപ്പോഴാണ് ഇത് വരുന്നത്, റോളിംഗ് പ്ലാൻ വരുന്നത്. ഏതില്ലാതെയായി, പഞ്ചവത്സര പദ്ധതി ഇല്ലാതെയായി. ഓക്കെ, അപ്പൊ ഏത് വർഷം, 78-79, 1 വർഷം നേരത്തെ ആർക്ക് ഇറങ്ങേണ്ടി വന്നു, നമ്മൾ പഠിച്ചു. 74-79 ആയിരുന്നു ഇതെന്ന് പറയുന്നത്. നമ്മുടെ 69 മുതൽ 74 വരെയാണ് ഈ പറയുന്ന 4ാമത്തതും. 5 എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഈ പറയുന്ന 74-79 പക്ഷെ 1 വർഷം ആർക്ക് ഇറങ്ങേണ്ടി വന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് ഇറങ്ങേണ്ടി വന്നു. ആര് വന്നു, 78-79 ഏത് പ്ലാൻ കൊണ്ടുവന്നു, മൊറാർജി ദേശായി എന്തുകൊണ്ടുവന്നു, റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. ഇനി അടുത്ത വീണ്ടും ആര് വരും, 6ാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെ. അപ്പൊ പ്രധാന ലക്ഷ്യങ്ങൾ, ഈ പറയുന്ന പ്രധാന ലക്ഷ്യങ്ങളൊക്കെ 5 കറക്റ്റ് ചോദിച്ചാൽ ഏതാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിലുണ്ടെങ്കിലും 5 അതിന്റെ പ്രധാനമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇത് വരുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇത് കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത്, ഈ പറയുന്ന 80-85 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ചയുടെ നിയന്ത്രണം ഒക്കെ ഇതിൽ വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. CRT പറയുന്നത് എന്താണ്, ഈ പറയുന്ന കാർഷിക വ്യവസായിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ വരാം, കാരണം SCRT അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ അതിനകത്ത് വരുന്ന ബാക്കിയുള്ള സബ്ബായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുണ്ട് SCRT വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപലക്ഷ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ വേറെ വരുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5 എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ തെറ്റിപ്പോവാം. അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും ചോദ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. കാർഷിക വ്യവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇതിന്റെ ഒരു ഉപലക്ഷ്യമാണെങ്കിലും ഇതിൽ വരുന്ന SCRT ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഈ പറയുന്ന 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്, ഈ പറയുന്ന കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നാണ്. ഇതിലെന്തും വരുന്നുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുന്നുണ്ട്, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ച നിയന്ത്രണം, ഇതൊക്കെ വരുന്നുണ്ട്. ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്നത് ചോദിക്കാം. ഗാന്ധിയൻ മോഡൽ, ഒരുപാട് മോഡൽ, ഗാഡ്ഗിൽ മോഡലും ഹരോൾഡ് ഡോമർ മോഡലും മെഹ്ലനോബിയൊക്കെ പഠിച്ചെങ്കിലും ഗാന്ധിയൻ മോഡൽ ആരാണ്, ഏതാണ്, 6ാമത്തതാണ് ഗാന്ധിയൻ മോഡൽ. 6ാമത്തതാണ് ഗാന്ധിയൻ മോഡൽ. ഓക്കെ, നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഗ്രാമവികസന പദ്ധതിയാണ് കേട്ടോ. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളാണ് കേട്ടോ, ഗ്രാമവികസനമാണ്. ഇപ്പൊ പറഞ്ഞ IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, NRDP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഇങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ 5 ഇതിൽ വരുന്നതാണ്, റൂറലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഗ്രാമീണ വികസനമാണ്. IRDP ആയാലും NREP ആയാലും RLGP ആയാലും ട്രൈസം ആയാലും DWRC CRA എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ പറയുന്ന എല്ലാം എന്ത് വരുന്നതാണ്, ഈ പറയുന്ന ഗ്രാമീണ വികസനവുമായിട്ട് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 5 പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഏത് കാലഘട്ടത്തിൽ വന്നതാണ്, 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് കേട്ടോ. ഏതാണ് നമ്മൾ ലക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരണം, പട്ടിണി നിരക്ക്, ജനസംഖ്യ വളർച്ച നിയന്ത്രണം ഒക്കെ ഇതിൽ വരുന്നതാണ്, 6 വരുന്നതാണ്. 5.2 ആയിരുന്നു നമ്മുടെ ലക്ഷ്യമിട്ടത്, 5.4 നമ്മൾ എന്ത് ചെയ്തു, കൈവരിച്ചു. ഇനി 6 കഴിഞ്ഞിടത്ത് ഏത് വരുന്നു, 7ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്, രാജീവ് ഗാന്ധി ആണ്. 85-90 ആരാണ്, രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്, ഭക്ഷ്യധാന്യ ഉൽപാദനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഇത് ഓർത്തിരിക്കണം, തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കൽ, ആധുനികവൽക്കരണം, സാമൂഹിക നീതി. ഇപ്പൊ ഈ ആധുനികവൽക്കരണം സാമൂഹിക നീതി ഓർത്തിരുന്നില്ല, ഓർത്തിരിക്കാം,
തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ. ഓർത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. SCRT എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പം വാർത്താവിനിമയ ഗതാഗത മേഖലകളുടെ വളർച്ചയിൽ വൻ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ പദ്ധതിയാണ് ഇത് 7. അപ്പൊ ഇങ്ങനെ തന്നെ ചോദ്യം വരാം. വാർത്താവിനിമയ ഗതാഗത മേഖലയിൽ വളർച്ചയിൽ വൻ മുന്നേറ്റം നടത്തിയ 5-year പ്ലാൻ ഏതാണ്? 7 ഓക്കെ. ഏതാണ്? വാർത്താവിനിമയ ഗതാഗത മേഖലകളുടെ വളർച്ചയിൽ വൻ മുന്നേറ്റം നടത്തിയത് ഇതാണ്. ഈ പറയുന്ന 7ാമത്തതാണ്. VSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് നിലവിൽ എന്നാണ് 1986. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ഓർത്തിരിക്കുക? 1986 എന്ത് വന്നത്? VSNL. ഏതാണ്? VSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ് 1986. ഇത് 5-year പ്ലാൻ അത് ചോദിച്ചില്ലെങ്കിൽ എന്ത് ചോദിക്കാം? അല്ലാതെ ചോദിക്കാം. MTNL അതായത് മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ് വന്നത് എപ്പോഴാണ്? 86 തന്നെയാണ്. അപ്പൊ രണ്ടെണ്ണം VSNL MTNL എന്നാണ് വന്നത്? 86. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്താണ്? വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ് ആര്? രാജീവ് ഗാന്ധി. അങ്ങനെ ചോദിക്കാം. പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാം. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇവിടെ പറഞ്ഞില്ലേ വാർത്താവിനിമയ രംഗം എന്താണ്? ഗതാഗത രംഗത്ത് എന്ത് ചെയ്തു? ഒരുപാട് വളർച്ചയുണ്ടായി. കാര്യം എന്താണ്? ആര് പ്രാധാന്യം കൊടുത്തിരുന്നു? നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവാരാണ്? സാം പിത്രോഡയാണ്. അത് പഠിച്ചു വയ്ക്കേണ്ട. സാം പിത്രോഡയാണ് വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? രാജീവ് ഗാന്ധിക്ക് ഉപദേശം കൊടുത്ത വ്യക്തി ആരാണ്? സാം പിത്രോഡയാണ്. ആരാണ്? സാം പിത്രോഡ. ഇന്ദിരാ ആവാസ് യോജന ആരംഭിച്ച വർഷം 1985 എന്നാണ്. ഇന്ദിരാ ആവാസ് യോജന ആരംഭിച്ച വർഷം 1985. ജവഹർ റോസ് നഗർ യോജന നിലവിൽ വന്ന എപ്പോഴാണ്? 89. ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് 5 ആയിരുന്നു. നമുക്ക് എത്ര കൈവരിക്കാൻ പറ്റി? 6.1 കൈവരിക്കാൻ പറ്റി. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കളയല്ലേ, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ വർഷം അതെന്ത് ചെയ്യുക? നമുക്ക് കൈവരിച്ചതും അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യമിട്ടതെന്ന് ഓർത്ത് വെക്കുക. ഇന്ദിരാ ആവാസ് യോജന എന്നാണ്? 85-ലും. ജവഹർ റോസ് നഗർ യോജന എന്നാണ്? 89-ലുമാണ്. ഓക്കെ. 8ാം പഞ്ചവത്സര പദ്ധതി മനുഷ്യ വികസനം കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഏതാണ്? മനുഷ്യ വികസനം. മനുഷ്യ വികസനം എന്ന അടിസ്ഥാന ലക്ഷ്യമായി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഇത് 8ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഠിച്ചു വെക്കുക. ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ പഞ്ചായത്തി രാജ് നിലവിൽ വന്നതും ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ എന്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏതാണ്? ഈ പറഞ്ഞ 8ാം പഞ്ചവത്സര പദ്ധതി. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ കേട്ടോ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യ അംഗമായി. അതുപോലെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാമത്തതാണ്. അതുപോലെ തന്നെ ഏതാണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിലവിൽ വന്നതും ഏതിലാണ്? ഈ പറയുന്ന 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. എത്രയാണ്? 5.6 വളർച്ച ലക്ഷ്യമിട്ടപ്പോൾ നേടി എത്രയാണ്? 6.8. അവിടെ നമുക്ക് എന്തുണ്ടായി? വിചാരിച്ചതിനേക്കാളും വളർച്ച ഉണ്ടായി. 6.8 നമുക്ക് വന്നത് കേട്ടോ. ഏതെങ്കിലും 8-ലും 6.8 വന്നത്. ഓക്കെ. ഇനി അതുപോലെ 8 കഴിഞ്ഞ അടുത്ത് ഏതാണ് വരുന്നത്? നമ്മുടെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 97-2002 കേട്ടോ. 97-2002. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ 50ാം വർഷം തികഞ്ഞപ്പോഴാണ്? നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടി. 97 എന്തായി? 50 വർഷമായി അല്ലേ? 97 എത്ര വർഷമായി? 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ 9 ഏതെന്ന് പറയുന്നത്? 9ാം പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജനകീയ പദ്ധതി. ഓക്കെ. പേരുകൾ പഠിച്ചേക്കുക. 9ാം എന്ന് പറയുന്നത് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. അവർ പറഞ്ഞ ഗാഡ്ഗിൽ പദ്ധതി ഏതെന്നും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വരുന്നതും മെഹ്ലൻ ഓഫീസും ഹെറാൾഡ് ഒമാറൊക്കെ എന്ത് ചെയ്യും? മറക്കൽ. ഇതെല്ലാം ഓരോ പദ്ധതിയാണ്. പേര് അങ്ങനെ തന്നെ ചോദിക്കാം. ഓക്കെ. പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രാമീണ വികസനമാണ്. ഗ്രാമീണ വികസനം പഠിച്ചു വെക്കുക. ഏതാണ്? ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം ചോദിക്കാം. 9ാമതാണ് ഏതെന്ന്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഏതിൽ വരുന്നതാണ്? 9-ൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ ആ 2 പേജിലോട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊന്നും മറക്കാതെ പഠിക്കുക. കാര്യം അത് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് പറയുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ചോദിക്കാം. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാമത്തതാണ്. കുടുംബശ്രീ നിലവിൽ വന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. കുടുംബശ്രീ വന്നത് ഏതാണ്? 9-ലാണ്. അപ്പം കുടുംബശ്രീ പഠിക്കുക. ഏതാണ്? സ്ത്രീ ശാസ്ത്രീകരണം പഠിക്കുക, ശാക്തീകരണം പഠിക്കുക. അതുപോലെ തന്നെ 2ാം ആണവ പരീക്ഷണം ഏതാണ്? ഇന്ത്യ 2ാമത് എന്താണ്? ആണവ പരീക്ഷണം നടത്തിയതാണ് 1998-ലാണ് ആണവ പരീക്ഷണം കേട്ടോ. അന്ന് APJ അബ്ദുൽ കലാം ആണെന്ന് തോന്നുന്നു. 1998-ലാണ്. ഓക്കെ. 2ാം ആണവ പരീക്ഷണം നടത്തിയത് എവിടെയാണ്? ഈ പറയുന്ന 98-ലാണ്. അതുപോലെ കാർഗിൽ യുദ്ധം നടന്ന എപ്പോഴാണ്? 99-ലാണ്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പഠിച്ചു വയ്ക്കുക. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടതും കുടുംബശ്രീ നിലവിൽ വന്നതും 2ാം ആണവ പരീക്ഷണം നടത്തിയതും കാർഗിൽ യുദ്ധം നടന്നതൊക്കെ എപ്പോഴാണ്? 1999-ലാണ്. ഓക്കെ. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ നിലവിൽ വരുന്നത്. ബാലികാ സമൃദ്ധി യോജനയും അന്ത്യോദയ അന്ന യോജനയും അതുപോലെ തന്നെ എന്താണ്? ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? ഈ പറയുന്ന ഏതിലാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എന്ത് ചെയ്യാം? നിങ്ങൾ ഈ പറയുന്ന ഇതെല്ലാം എന്ത് ചെയ്യുക? ഒരു ബുക്ക് എടുക്കുക. ഈ പറഞ്ഞു പോയി എല്ലാ വർഷങ്ങളും നിലവിൽ വന്ന ഒരുപാട് നിലവിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു പോയി. അത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? അതൊക്കെ എന്ന് നിലവിൽ വന്നത് എന്ത് ചെയ്യാം? ചോദിക്കാം. ഒരു ബുക്ക് എടുക്കുക. ആ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഏത് വർഷം എന്ന് എഴുതുക. ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഈ പറയുന്ന പദ്ധതികളുടെ കാര്യമല്ല, അല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് പറഞ്ഞു ഒരുപാട് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു പോയായിരുന്നു.
അതുപോലെ തന്നെ അന്നപൂർണ്ണ 2000 വന്നു, SGRY വന്നു, സ്വജൽ ധാര 2002 വന്നു, കുടുംബശ്രീ 98, വാമ്പി 2001. ഇതൊക്കെ എന്താണ് ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന 9ാം നമ്മൾ പറഞ്ഞാണല്ലേ ഇതിൽ വരുന്നതാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് പഠിച്ചു. ഇത്രയും പദ്ധതികൾ വന്ന ഏത് വർഷമാണെന്ന് അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കാം. കുടുംബശ്രീ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 98 ആണ്. അപ്പൊ ഏതാണ് ഈ പറയുന്ന 9ാമതാണ്. ലക്ഷ്യമിട്ടത് 6.5 ആയിരുന്നു. എത്ര കൈവരിക്കാൻ പറ്റുള്ളൂ? നമുക്ക് 5.4% മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2002-2007 പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിദേശ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എന്താണ് ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ എന്താണ് തൊഴിലവസരം സൃഷ്ടിക്കുക, ആളോഹരി വരുമാനം എന്ത് ചെയ്യുക 10 വർഷം കൊണ്ട് എന്ത് ഇരട്ടിപ്പിക്കുക, സാക്ഷരത എന്താണ് 75% വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സാക്ഷരത എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്നത് എഴുതാനും വായിക്കാനും ആ എഴുതിയ സാധനം മനസ്സിലാക്കാനുള്ള കഴിവാണ്. 7 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും എഴുതാനും വായിക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? സാക്ഷരത എന്ന് വിളിക്കുന്നത് അല്ലേ. അത് 75% ആക്കി വർദ്ധിപ്പിക്കാൻ നമ്മൾ നോക്കിയായിരുന്നു. സ്ത്രീകൾക്ക് ഇന്നും 54% ഒക്കെ എന്ത് വരുന്നുള്ളൂ ഈ പറയുന്ന സാക്ഷരത വരുന്നുള്ളൂ. അത്രയും കുറവാണ് ഇന്ത്യയിൽ. കൂട്ടി വരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് എന്ത് കൊടുക്കണം? ഈ പറയുന്ന എംപവർമെന്റ് കൊടുക്കണം. നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാ അവകാശങ്ങളും ഇല്ലേ, എല്ലാ പദ്ധതികളും അവർക്ക് വേണ്ടി ഇല്ലേ, എന്നിട്ട് ഇപ്പോഴും നമ്മൾ എന്തിനു വേണ്ടി ഇത് കൊടുക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത ആക്ച്വലി എന്താണ് ഈ പറയുന്ന ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ വളരെ ബാക്ക്വേർഡ് ആണ് അവർ നിൽക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആർക്ക് പാർലമെന്റിൽ അവർക്ക് എന്ത് കൊടുത്തത്? ഈ പറയുന്ന റിസർവേഷൻ കൊടുത്തത് അല്ലെ. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് 2002-2007 വിദേശ മൂലധന നിക്ഷേപം അല്ലെ. എന്താണ് ഫോറിൻ ക്യാപിറ്റൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം, അതുപോലെ തന്നെ ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിരുന്നു. എന്താണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഇതിനെ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഏതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. വർഷം തോറും 8% GDP വളർച്ച നിരക്ക് കൈവരിക്കുക എന്നത് ലക്ഷ്യമായിരുന്നു. അത് അങ്ങനെ ചോദിക്കാം. വർഷം തോറും 8% GDP വളർച്ച നിരക്ക് കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് 10-നുണ്ടായിരുന്നത്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നു. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിരുന്നു. ഓക്കെ. അതുപോലെ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന വികസന പദ്ധതികളാണ് NRHM 2005, JNNURM 2005, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005, ഭാരത് നിർമ്മാൺ 2005. ഇതൊക്കെ ഏത് കാലത്ത് വന്നതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നതാണ്. ലക്ഷ്യമിട്ടത് 8.1, നമുക്ക് കൈവരിച്ച എത്രയാണ്? 7.7. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് NHRM-ഉം JNNURM-ഉം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പും ഭാരത് നിർമ്മാണൊക്കെ എന്ത് ചെയ്തത്? നിലവിൽ വരുന്നത്. ഓക്കെ. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ് വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പഠിച്ചു നോക്കിയതാണ് വിദ്യാഭ്യാസ പദ്ധതിയാണിത്. വനമേഖലയിൽ വർധനം എത്രയാണ്? 5%. നമ്മുടെ വനമേഖലയിൽ എത്ര വർധനമുണ്ടായി? 5% വർധനമുണ്ടായി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണെന്ന് പറയുന്നത് ഒരു അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇതിന്റെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ഓർത്തിരിക്കുക? വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. 5% എന്തുണ്ടായി? വനമേഖലയുടെ വർധനവുണ്ടായി. മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടത്. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏതൊക്കെയാണ്? രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ആം ആദ്മി ബീമാ യോജന, ആധാർ പദ്ധതി, അതുപോലെ RMS. ഇതൊക്കെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RMS പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ പദ്ധതി ഓർക്കുക. ആം ആദ്മി ബീമാ യോജനയും രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് ഏതെല്ലാം വരുന്നതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഇത് 11. 8%. എത്രയാണ്? 8%. പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11 ഏതാണ്? 8. ഓക്കെ. അടുത്ത നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2012-2017 വരെയാണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിര വികസനം എന്നാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ത്വരിതഗതിയിലുള്ള എന്താണ്? വളർച്ചയാണ്. പെട്ടെന്നുള്ള വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖയിൽ 9% വളർച്ച നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്തു? അത് കുറച്ച് എത്രയാക്കി മാറ്റി? 8.2 നമ്മൾ കുറച്ചിട്ടുണ്ട്. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ച നിരക്ക് എത്രയാണ്? 8%. അപ്പൊ 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ച നിരക്ക് എത്രയാണ്? 8%. അതുപോലെ തന്നെ 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ച നിരക്ക് എത്രയാണ്? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സെയിം സാധനമാണ് ഒന്നുകൂടെ പറഞ്ഞത്. 12ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി പഞ്ചവത്സര പദ്ധതികൾ എന്ത് ചെയ്തു? അവസാനിച്ചു. പകരം നീതി ആയോഗ് എന്ത് ചെയ്തു? നിലവിൽ വന്നു. നീതി ആയോഗ് നിലവിൽ നിന്നാണ് 2015 ജനുവരി 1 പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് 2012 മുതൽ 17 വരെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2015 എന്ത് വന്നു? നീതി ആയോഗ് വന്നു. സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ചയാണ് ലക്ഷ്യമിട്ടിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറയുന്ന 5 ഇയർ പ്ലാനോട് ബന്ധപ്പെട്ട് നോക്കിയാണ് അല്ലേ. നീതി ആയോഗിൽ ഏത് നിന്നു? നമ്മുടെ 5 ഇയർ പ്ലാൻ നിന്നു അല്ലേ. അപ്പോൾ നമ്മൾ 5 ഇയർ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് എന്താ ഈ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ഒരു പാർട്ട് 1 വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് കവർ ചെയ്തു? 5 ഇയർ പ്ലാൻ മൊത്തത്തിൽ കവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള 5 ഇയർ പ്ലാൻ എന്ത് ചെയ്യുക? പഠിക്കുക. മോഡൽ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നതിനിടയിൽ ഒരുപാട് പദ്ധതികളും
ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. എന്ത് ചെയ്യുക, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു എക്സാമിന്, ഈ വരുന്ന ഏത് എക്സാമിനും എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ഇത് 5 ഇയർ പ്ലാൻ. പക്ഷേ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.